ബി.ജെ.പി. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി ഓഡിയോ സന്ദേശം പുറത്ത്. സംസ്ഥാന സെക്രട്ടറി എം.പി. അഞ്ജനയ്ക്ക് കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഓഡിയോ സന്ദേശം. പുറത്തു വന്നത് കമ്മീഷൻ നൽകിയ കമ്പനി പ്രതിനിധിയുടെ ശബ്ദ സന്ദേശമാണ്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ, പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ അവിടെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 4,65 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അഞ്ജു, ഇതിൽ നിന്ന് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 31 ലക്ഷം രൂപ കമ്മീഷൻ മേടിച്ചു, പക്ഷേ പൈസ ഈ കമ്പനിക്ക് അവിടെ 4,31 ലക്ഷം രൂപ തിരികെ കിട്ടിയെന്നുമില്ല. രണ്ട് തരത്തിൽ തട്ടിപ്പ് നടന്നു. ഒന്ന്, കമ്പനി പ്രതിനിധിയെ പറ്റിച്ചു, അതോടൊപ്പം തന്നെ ഈ 4 കോടി രൂപ തിരികെ കൊടുക്കുകയും ചെയ്തില്ല. എന്താണ് നടന്നത്? ഓഡിയോ സന്ദേശത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? സിജു, ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് ഈ ബി.ജെ.പി. നേതൃത്വം. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുന്നത് സംസ്ഥാന നേതൃത്വത്തെയാണ്. ഈ അഞ്ജന സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവരായിരുന്നു ഈ കൊടിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയത്. ഇതാണ് ആദ്യം പുറത്തു വന്ന ആരോപണം. ഇതിൻ്റെ പേരിൽ 1.5 കോടി രൂപയിലധികമാണ് ഇവർ തട്ടിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഈ കൊടി വാങ്ങുന്നതിന് അവരൊരു കരാർ കമ്പനിയെ ഏൽപ്പിച്ചിരുന്നു. കമ്പനിയാണ് കൊടി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി നൽകിയത്. പക്ഷേ ഈ കമ്പനി പ്രതിനിധിയിൽ നിന്ന് കമ്മീഷനായിട്ട് അഞ്ജന 30 ലക്ഷം രൂപ മുൻകൂറായി മേടിച്ചു എന്നൊരു കാര്യമാണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ഓഡിയോ സംഭാഷണം ഈ കമ്പനി പ്രതിനിധിയുടെയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അംഗത്തിൻ്റെയുമാണ് ഈ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നതിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കരാർ നൽകിയതിന് ശേഷം അഞ്ജന മുൻകൂറായി കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇത് നൽകുന്നത് കൊണ്ട് ഒരു കമ്മീഷൻ നൽകണം. അത് ആദ്യഘട്ടത്തിൽ കമ്പനി പറഞ്ഞത് ഫുൾ തുകയും കമ്പനിക്ക് നൽകിയതിന് ശേഷം കമ്മീഷൻ നൽകാം, 30 ലക്ഷം രൂപ കമ്മീഷൻ അഞ്ജനയ്ക്ക് നൽകാമെന്നാണ് അറിയിച്ചത്. പക്ഷേ അഞ്ജനയ്ക്ക് അതല്ലായിരുന്നു വേണ്ടത്. ആദ്യം തന്നെ നൽകണമെന്നുള്ളൊരു ആവശ്യം അഞ്ജന വെച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ കമ്പനി അഡ്വാൻസായിട്ട് ഈ കമ്മീഷൻ നൽകുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഫണ്ട് തിരികെ നൽകാനുള്ള 4.5 ലക്ഷത്തിലധികം രൂപ തിരിച്ച് കമ്പനിക്ക് നൽകാം, ഈ കരാർ കമ്പനിക്ക് നൽകാമെന്നാണ് അഞ്ജന പറഞ്ഞ വാഗ്ദാനം. പക്ഷേ ആ വാഗ്ദാനം അടക്കം അഞ്ജന പാലിച്ചിട്ടില്ല. അതിനെ തുടർന്നാണ് ഈ കമ്പനി പ്രതിനിധി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അംഗത്തിന് ഇത്തരത്തിൽ ഒരു ഓഡിയോ സംഭാഷണം അയച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി തന്നെ ഫണ്ട് തനിക്ക് നൽകണം, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ ഇത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫണ്ട് ഉടനടി നൽകണം. 4.5 ലക്ഷത്തിലധികം രൂപയാണ് അഞ്ജന ഈ കമ്പനി പ്രതിനിധിക്ക് നൽകാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ ഓഡിയോ സംഭാഷണത്തിലുള്ളതും ഇത് തന്നെയാണ്. 30 ലക്ഷം രൂപ മേടിച്ചത് കൂടാഞ്ഞത്, ഈ കമ്മീഷനായി 30 ലക്ഷം രൂപ മേടിച്ചത് കൂടാഞ്ഞതിനാണ് ഈ 4.5 ലക്ഷത്തിലധികം കൂടി 4 ലക്ഷം അധികം രൂപയിൽ കൂടി ഈ തട്ടിപ്പ് അഞ്ജന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതികരണങ്ങൾ അഞ്ജു, ഈ ഒരു സംശയം, അതായത് ഈ 31 ലക്ഷം രൂപ കൊടുത്തത് ആർക്കാണ് മനസ്സിലാക്കുന്നത്? 31 ലക്ഷം രൂപ കൊടുത്തത് ആർക്കാണ്? 4 ലക്ഷം രൂപ 31 ലക്ഷത്തിന് പുറമെ 4 ലക്ഷം അഞ്ജുവിന് വേറെയും കൊടുത്തോ? അപ്പോൾ ആ 31 ലക്ഷം വാങ്ങിയത് ആരാണ്? ഈ കമ്പനി പ്രതിനിധി 30 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയത് അഞ്ജനയ്ക്കാണ്. അഞ്ജനയാണ് ഇത്തരത്തിൽ പൈസ വേണമെന്ന് മുൻകൂട്ടി ആവശ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് കമ്പനി പ്രതിനിധി 30 ലക്ഷം രൂപ അഞ്ജനയ്ക്ക് നൽകി. അതിനുശേഷം ഈ കൊടി തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് 4.5 ലക്ഷത്തിലധികം രൂപ കമ്പനിക്ക് തിരികെ നൽകാനുമുണ്ടായിരുന്നു. അത് നൽകേണ്ടത് അഞ്ജനയാണ്. പക്ഷേ ആ തുക അഞ്ജന നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് കമ്പനി പ്രതിനിധി വ്യക്തമാക്കുന്നത്. സിജു, അതായത് ഈ എന്തൊക്കെയാണ് ഈ കമ്പനി എന്താണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്, നൽകാമെന്ന് പറഞ്ഞിരുന്നത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടിതോരണങ്ങൾ തയ്യാറാക്കുന്നതിനാണ് ഇത്തരത്തിൽ അഞ്ജന ഈ കമ്പനിയെ സമീപിക്കുന്നത്. പക്ഷേ അതിൽ വലിയൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കാരണം സംസ്ഥാന നേതൃത്വത്തിന് കൊടിയും മറ്റ് തോരണങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നത് ദേശീയ നേതൃത്വമായിരുന്നു. അത്തരത്തിൽ ദേശീയ നേതൃത്വം നൽകിയ കൊടിയുടെ പേരിൽ കൊടി നൽകിയിട്ടും കൊടി എത്താൻ വൈകി എന്ന പേരിലാണ് അഞ്ജന മറ്റൊരു കമ്പനി ഈ കരാർ ഏൽപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊടി വേഗം ചെയ്തു തരണം, തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനാണ് എന്നുള്ള അടക്കം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കരാർ ഏൽപ്പിക്കുന്നത്. ഇതിലുമായി ബന്ധപ്പെട്ട് 1.5 കോടിയുടെ ഒരു രേഖയായിരുന്നു അഞ്ജന ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമായിട്ട് പല ഘട്ടങ്ങളായി തുക ഈ കരാർ കമ്പനിക്കൊക്കെ നൽകുകയും ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് അഞ്ജന ആദ്യം ഈ കമ്പനിയിൽ നിന്ന് തട്ടിയത് 30 ലക്ഷം രൂപ ഒരു കമ്മീഷനായി കമ്പനിയിൽ നിന്ന് തട്ടുന്നു. അതുകൂടാതെ തന്നെ പാർട്ടിയിൽ 1.5 കോടിയുടെ ഒരു കള്ള ബില്ലുണ്ടാക്കി
ഈ BJPയുടെ ഫണ്ട് ഈ 1.5 കോടി രൂപ പാർട്ടിയിൽ നിന്ന് മേടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായത്. ഇതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ഒരു പരാതി. ഇതിനെ തുടർന്നാണ് ഒരു ഓഡിറ്റ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. ഈ ഓഡിറ്റിലാണ് അഞ്ജന ഇത്തരത്തിൽ 1.5 കോടി രൂപ തട്ടുകയും അഞ്ജനയ്ക്കുണ്ടായിരുന്ന ഈ പേഴ്സണൽ ലോൺ അടക്കമുള്ള കാര്യങ്ങൾ അടച്ചു തീർത്തു എന്ന കാര്യം പുറത്തു വന്നത്. അങ്ങനെയാണ് ഈ പാർട്ടിയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഈ RSS അടക്കമുള്ളവർ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്താണ് BJP നേതൃത്വം ഒരു അന്വേഷണ കമ്മീഷനെ അടക്കം നിയമിച്ചത്. ശരി അഞ്ജു.